ഒരുപാട് ബുക്ക് ഉണ്ടല്ലോ. ആടുജീവിതല്ലേ? ഉണ്ടല്ലോ. ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയ അന്ന് മുതൽ സൗദി അറേബ്യയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയോ എന്നൊരു സംശയം. എന്താണ് ഷംസുവിന്റെ അഭിപ്രായം? അതൊക്കെ ഈ മാപ്പിളാക്കളുടെ പടച്ചോടെ. ഇവിടെ എത്രയോ സിനിമകളും നോവലുകളും ലേഖനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും മാറുന്നതല്ലോ നമ്മളും സൗദികളും തമ്മിലുള്ള ബന്ധം. ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. അതിങ്ങനെ പൊലിപ്പിച്ച് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ കേരളത്തിൽ പണ്ട് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇതിനേക്കാൾ മോശപ്പെട്ട അടിമ ഉടമ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇത് പണ്ടെങ്ങോ നടന്ന സംഭവമാണ്. നോവലിസ്റ്റ് അത് നല്ലൊരു കഥയാക്കി, ഒരു സംവിധായകൻ അതൊരു സിനിമയാക്കി, സൗദി അറേബ്യ അത് ബാൻ ചെയ്തു. ഇന്നിൽ എത്ര എത്ര കൃതികളാണ് ബാൻ ചെയ്തത്. ഇതൊക്കെ പടച്ചുവിടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. അതാണ് സത്യം. ഇതിന്റെ പിന്നിൽ ചില കുത്തിത്തീർപ്പുകാരുണ്ട്. അവരാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത്. അവർക്ക് അവരുടേതായ അജണ്ട ഉണ്ട്. ഈ അജണ്ട നമ്മൾ മനസ്സിലാക്കി അർഹിക്കുന്ന അവസ്ഥയോടെ അത് പുച്ഛിച്ച് തള്ളണം. അതാണ് വേണ്ടത്. അറബി നാടുകളുടെ വളർച്ചയിലും നമ്മുടെ നാടിന്റെ പുരോഗതിയിലും പരസ്പരം സഹകരിച്ച ചരിത്രമാണുള്ളത്. അത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ട്. ജോലിസ്ഥലങ്ങളിൽ കൊടും പീഡനം അനുഭവിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ ആരും കാണുന്നില്ല. ഒരു ന്യൂനപക്ഷ വിഭാഗം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇത് ഇനിയും തുടരും, വീണ്ടും സംഭവിക്കും. പക്ഷെ എത്ര നന്മയുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്, അതാരും കാണുന്നില്ല. ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾക്കെതിരെ നമ്മൾ പ്രവാസികൾ പ്രതികരിക്കുക തന്നെ വേണം. നമ്മളെ പോലെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതം കരുപിടിപ്പിച്ച നാടുകളാണ് ഗൾഫ് നാടുകൾ. ഇനിയുള്ള യാത്രയിലും അവരും നമ്മളും ഒരുമിച്ചുണ്ടാകും. Together, let's unlock new possibilities and connect worlds. FSC Logistics.